ആണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. അടിപൊളിയാണ്. നല്ല പ്രൊട്ടക്ഷനാണ് വരുന്നത്. ഭയങ്കര വൈറ്റ് കാസ്റ്റാണ്. നല്ല ജെൽ ടൈപ്പാണ് ഇതിൽ പറയുന്നുണ്ട്. ജെൽ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ വൈറ്റ് കാസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ വന്നിട്ട് ഞാൻ എപ്പോഴും ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീൽ കാണിക്കുന്ന ഒരു സൺസ്ക്രീനാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനും കൂടിയാണ്. ഇവിടെ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ആൻഡ് നിയാസിനമൈഡാണ്. 2% നിയാസിനമൈഡുള്ള ഒരു സൺസ്ക്രീനാണ്. സ്കിന്ന് ബ്രൈറ്റ് ആക്കാനും റെഡ്യൂസ് ചെയ്യും, ബ്ലെമിഷസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. SPF 50 PA++ ഉണ്ട്. അടിപൊളിയാണ് ഗൈസ്. എന്താ പറയുക, ഞാനിത് ഫസ്റ്റ് യൂസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യണത്. പക്ഷേ ഇനി ഇമ്പ്രസ് ചെയ്ത് കളഞ്ഞൊരു സൺസ്ക്രീൻ ഉണ്ടെങ്കിൽ ഇതായിരിക്കും. സൂപ്പറാണ് എന്നുവെച്ചാൽ അത്രക്കും പ്രൊട്ടക്ഷനും. പിന്നെ നെക്സ്റ്റ് സൺസ്ക്രീൻ ആയിട്ട് ലാസ്റ്റ് സൺസ്ക്രീൻ ആണ്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ റിവ്യൂ ഇട്ടുണ്ടായിരുന്നു, അൺബോക്സിംഗ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. വിഷ് കെയറിൻ്റെ സൺസ്ക്രീൻ ഇപ്പോഴും ഞാൻ ബോക്സിലാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പുതിയതാണല്ലോ അതിൻ്റെ ഇത് അടിപൊളിയാണ് ഗായ്സ്. അതിൻ്റെ ടെക്സ്ചറാണ് വാട്ടർ ലൈക്ക് കൺസിസ്റ്റൻസ് ആണ്. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് തോന്നില്ല സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് അങ്ങനെ ഒലിച്ചാണ്ട് പോകും. ബ്ലെൻഡ് ആക്കുമ്പോൾ സ്കിന്നിലോട്ട് തന്നെ മെൽട്ടായിട്ട് അങ്ങോട്ട് പോകും. അടിപൊളിയാണ്. അത്രക്കും സൂപ്പർ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ്. ഗ്ലോയിങ് ആണ്. ഭയങ്കര മാറ്റ് ഫിനിഷ് ആണ്. അടിപൊളിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ 4 സൺസ്ക്രീൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ്റെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.